ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നമ്മുടെ അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നൊന്നുമില്ല, നമുക്ക് പ്രമോ വിശേഷം പോലും ഇപ്പൊ കിട്ടുന്നില്ല. അപ്പൊ എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് അറിയാം. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. അങ്ങനെ പോലീസ് വന്ന് നമ്മുടെ രോഹിത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച വളരെയധികം സങ്കടകരമാകുന്ന ഒരു കാഴ്ച തന്നെയാണത്. തെറ്റ് ചെയ്തിട്ടില്ല രോഹിത്, അത് നമുക്കും അറിയാം, രോഹിത്തിനും അറിയാം, അതുപോലെ ഹരിക്കും, ഹരിയുടെ രണ്ട് കൂട്ടുകാരന്മാർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് രോഹിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്? കൂട്ടത്തിൽ രോഹിത്തും ഉണ്ടായിരുന്നുവല്ലോ. ഇപ്പൊ തെറ്റ് ചെയ്തിട്ടില്ല രോഹിത്, പക്ഷെ ആ തെറ്റിലേക്ക് ചെന്ന് പെട്ടേനെ. അതുപോലെ തന്നെ തെറ്റ് ചെയ്ത സാഹചര്യത്തിലൊക്കെ നമ്മുടെ രോഹിത് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ രോഹിത് തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെ, ഇതാണ് പറയുന്നത്, ഓരോ കൂട്ടുകെട്ടിൽ ചെന്ന് പെടുമ്പോൾ സൂക്ഷിക്കണമെന്ന്. അവന്മാർക്കൊരു വാക്ക് പറഞ്ഞാൽ മതി രോഹിത് ഇതിൽ പെട്ടിട്ടില്ല എന്ന്. പക്ഷെ അവന്മാരത് പറയുന്നില്ലെന്നേ. അവന്മാര് പറയണം. അവന്മാര് പറഞ്ഞാൽ പോരെ ഇവൻ അത് ചെയ്തിട്ടില്ല, ഞങ്ങൾ മൂന്നുമാണ് ചെയ്തത്, പക്ഷെ ഇവന് ഞങ്ങളുടെ കൂടെ വന്നിരുന്നു, ഞാൻ വിളിച്ചുകൊണ്ട് പോയിരുന്നു എന്ന് ഹരിയുടെ വായിൽ നിന്ന് വീണാ മതി. പക്ഷെ ഹരി ആരാ മോന്? ഹരി മാത്രം കുടുംബത്തിൽ അങ്ങനെ ചീത്തപ്പേരുണ്ടാക്കിയ പോരല്ലോ. അപ്പൊ ഹരിയുടെ കൂടെ എന്നാ ഒരു കൂട്ടിരിക്കട്ടെ, ഏതായാലും പെട്ടു, അതിന്റെ കൂടെ എന്നാ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരി എന്ത് ചെയ്യുന്നു? ഇവനും തെറ്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കുകയാണ്. അങ്ങനെ ഹരിനെ പോലീസ് വണ്ടിയിൽ നിന്ന് ഇറക്കുന്ന ഒരു സീനാണ് നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. അങ്ങനെ ഹരിനെ പോലീസ് വണ്ടിയിൽ നിന്ന് ഇറക്കുന്നു. ഇറക്കി കഴിയുമ്പോഴത്തേക്കും ഹരിക്കാണ് ഭയങ്കര വലിമയാണ് കേട്ടോ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട്. അങ്ങനെ പോലീസ് എന്താടാ നിനക്ക് മാത്രം എന്താടാ ഇവിടെ വല്ല സ്പെഷ്യലും ഉണ്ടോടാന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഹരീനെ വലിച്ചിറക്കുകയാണ്. ഹരീനെ വലിച്ചിറക്കിക്കൊണ്ട് വരുന്ന ഇവന്മാരെ 3 പേരെയും ബാലചന്ദ്രന്റെ വീട്ടിനകത്തേക്ക് കൊണ്ടുചെല്ലുകയാണ്. ഞെട്ടിപ്പോവുക ബാലചന്ദ്രൻ. ഇത് കേട്ടിട്ട് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അലീനയൊക്കെ അങ്ങ് കണ്ണു തള്ളി നിൽക്കുക. അപ്പൊ അലീന നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ 2 പേരും കൂടെ എക്സ്ട്രാ കയറി വരുന്നു. അവര് 2 പേരല്ല 3 പേരും കൂടെ കയറി വരുന്നു. എന്നിട്ട് പോലീസുകാരൻ പറഞ്ഞു, ദേ ഇവന്മാരും ഉണ്ട് ആ കൂട്ടത്തിൽ എന്ന് പറഞ്ഞ് ആദ്യം അവന്മാര് വരുന്നു. പിന്നെ പുറകിൽ നിന്ന് ഹരിയും കൂടെ വരിക. ഹരി വരുന്നതിൽ പ്രത്യേകിച്ച് അതിശയിക്കാനൊന്നുമില്ല. ഹരി ഇതല്ല ഇതിനപ്പുറവും ചെയ്യുന്നു നമ്മുടെ ബാലചന്ദ്രൻ അറിയാം. എങ്കിൽ പോലും ഹരിയും കൂടെ കയറി വന്നു. അപ്പൊ രോഹിത് ഇങ്ങനെ പേടിച്ചു വിറച്ച് നിൽക്കാം. അപ്പൊ രോഹിത് പറയുന്നുണ്ട്, ഇല്ല സാറേ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല സാറേ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നീ എന്താണ് ചെയ്തത്? തെറ്റല്ലാതെ നീ എന്താണ് ചെയ്തത്? ഇവന്മാരുടെ 3 പേരുടെ കൂടി നീ എന്താ പിന്നെ ആ പെങ്കൊച്ചിനെ ചെയ്തത്? എടാ, ഒരു പെങ്കൊച്ചിനെ നാശകോശമാക്കിയപ്പോ നീയൊക്കെ എന്താ വിചാരിച്ചത്? പണത്തിന്റെ മേലെ പരുന്തും പറക്കില്ലെന്നോ? പണത്തിന്റെ മേലെ പറക്കൂടാ പരുന്ത്, കാണിച്ചു തരാടാ. നിന്നെയൊക്കെ ഉണ്ടല്ലോ ഒരു പെങ്കൊച്ചിന്റെ ജീവിതം തൊലച്ചു കളഞ്ഞിട്ട് ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി നീ നിന്റെ വീട്ടിലിരിക്കുന്നവരോ ചെയ്യുവാടാ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കാണ്. ഇത് വീണ്ടും കേൾക്കുന്തോറും ബാലചന്ദ്രന് എന്തൊക്കെയോ തോന്നുക മനസ്സിൽ. അങ്ങനെ ബാലചന്ദ്രൻ ഹരീനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്, രോഹിത്തിനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. നമ്മുടെ അലീനയോ ഹരീനെ ഇങ്ങനെ തുറിച്ചു നോക്കുകയാണ് കേട്ടോ. ഹരിയാണെങ്കിലും ഒരു കൂസലുമില്ല, മുഖത്ത് യാതൊരു പശ്ചാത്താപത്തിന്റെ ഒരു തൂലിക പോലും ഇല്ലാത്തൊരു രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഹരിയം. അപ്പോഴേക്കും തന്നെ നമ്മുടെ രോഹിത് പറയുന്നുണ്ട് ഇവന്മാരോട് ചോദിക്കും, സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ, ഞാൻ അവിടെ പോയി എന്നുള്ളത് ശരിയാ സാറേ, പക്ഷെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ, ആ പെങ്കൊച്ചിന് ചെയ്യാൻ ഞാൻ ഒന്നും കൂടിയിട്ടില്ല സാറേ, എനിക്ക് പറ്റത്തില്ല സാറേ, എനിക്ക് പറ്റില്ല സാറേ. ഇവന്മാരോട് ചോദിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അവന്മാര് ഹരി പറയാണ് ഇവനും ഉണ്ടായിരുന്നു സാറേ എന്ന്. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്താടാ നീ നുണ പറയാന്ന് വിചാരിച്ചോ? എന്തു പറ്റി? അങ്ങ് രക്ഷപ്പെട്ടു പോവാന്ന് വിചാരിച്ചോ? 4 പിടിച്ച് വണ്ടി കേട്ടിക്കോ. നാളെ ന്യൂസ് പേപ്പറുകളിലും മീഡിയയിലും ഒക്കെ ഇവന്മാരായിരിക്കും നിറഞ്ഞു നിൽക്കുന്നത്. ഇവന്മാരെ പോലെയുള്ളവന്മാരെ ഇനി ഈ ലോകത്ത് വളർത്തിക്കൊണ്ട് വരാൻ സമ്മതിക്കില്ല ഞാന്. അതുകൊണ്ട് തന്നെയാ ബാലചന്ദ്ര, നീ എന്റെ ഫ്രണ്ടൊക്കെ ആയിരിക്കാം, പക്ഷെ പോലീസ് യൂണിഫോമിൽ കയറി കഴിഞ്ഞാൽ ഞാനെന്നും പോലീസുകാരൻ തന്നെയാണ്. അതുകൊണ്ട് ഇതിന്റെ ദാക്ഷിണ്യം നിനക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട ബാലചന്ദ്ര എന്ന് പറഞ്ഞപ്പോ ബാലചന്ദ്രൻ പറഞ്ഞു, സാറേ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് വളരെയധികം മോശമായ കാര്യമാണ്. ഈ 3 പെമ്പിള്ളാരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യരുത്. ഞാൻ പറഞ്ഞല്ലോ, തെറ്റ് ചെയ്തവരാണെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. അത് എന്റെ മകനാണെങ്കിലും നിങ്ങളുടെ മകനാണെങ്കിലും ആരുടെ മകനാണെങ്കിലും അതിന് ഏതറ്റം വരെ പോകാൻ പറ്റുമോ അതുവരെ ഞാൻ പോകാൻ തയ്യാറാണ്. തെറ്റ് ചെയ്തവരാണെങ്കിൽ എന്റെ മകനും ശിക്ഷ അനുഭവിച്ചിരിക്കണം. ദയവ് ചെയ്ത് ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കല. അപ്പൊ അലീനി ആ സാറിനോട് പറയാം, പ്ലീസ് സാറേ ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കാതില്ലേ, ഒന്നാമത് അച്ഛന് വയ്യാത്തതാ, അച്ഛന് ഒരു ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന, പ്ലീസ് സാറേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛന്റെ മക്കളുടെ ഒക്കെ വില പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇവന്മാരൊക്കെ ഇപ്പൊ ഇതൊന്നും ചെയ്യില്ലായിരുന്നു. അമ്മ ആര്, പെങ്ങൾ ആര്, അച്ഛൻ ആര് എന്നൊക്കെ തിരിച്ചറിയാനുള്ള
തിരിച്ചറിയാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നെങ്കിൽ ഇവന്മാരിത് ചെയ്യില്ലായിരുന്നു. അത് വീട്ടിൽ നിന്നും കൂടി കിട്ടുന്ന ശീലവാ, തന്തയും തള്ളയും പറഞ്ഞു കൊടുക്കേണ്ട ശീലവാ. അല്ലാതെ പൈസയുടെ ഇത് കണ്ട് അഴിച്ചു വിട്ടു കഴിഞ്ഞാലേ ഇതുപോലെ ആയിരിക്കും. പാവം പെൺകുട്ടികളെ ഇതുപോലെ പിച്ചി ചീന്തും. ഇവന്മാർക്കൊക്കെ ഒരു നേരത്തെ ഒരു കുറച്ചു നേരത്തെ സുഖത്തിന് വേണ്ടി ഇവന്മാര് ചെയ്തത് ആ കൊച്ചിന്റെ ജീവിതമാ, ആ കൊച്ചിന്റെ ഫാമിലിയാ, അതിന്റെ അച്ഛൻ അമ്മ, അതിന്റെയൊക്കെ കണ്ണീരിന് വില കൊടുക്കേണ്ടി വരും ബാലചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ് പോലീസ് തന്നെ അത്രയൊക്കെ ഡയലോഗ് ഇറക്കിയിട്ടാണ് ഇവരെ തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ആകെ തകർന്നിരിക്കുന്ന. അപ്പൊ അതിനിടയിൽ നമ്മുടെ പോലീസ് രോഹിത്തിനെ കൊണ്ടുപോകുമ്പോ രോഹിത് ഇല്ല സാറേ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല സാറേ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയാണ്. അതിലൂടെ തന്നെ ആ ഒരു സംസാരത്തിലൂടെ തന്നെ അലീനയ്ക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ആരാണ് പുള്ളിക്കാരൻ തെറ്റ് ചെയ്തിട്ടില്ല, രോഹിത് തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു ചെറിയൊരു ഇത് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം അത്രയ്ക്കും ചങ്കീന്ന് പൊട്ടി കരഞ്ഞു വരികയാണ്. പക്ഷെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ രോഹിത് എന്ന് വിചാരിച്ചെങ്കിൽ ചിലപ്പോ ആ പെങ്കൊച്ച് രക്ഷപ്പെട്ടേനെ. രോഹിത്തിന് ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ ആ പെങ്കൊച്ച് രക്ഷപ്പെട്ടേനെ. രോഹിത്തിന് പറയായിരുന്നു, എടി വേണ്ട, നീ പൊക്കോ, ഇവന്മാര് ഇങ്ങനെയാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. പക്ഷെ എത്ര കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞാലും ഈ രോഹിത്തും ഒരു തരത്തിൽ ഒരു രീതിയിൽ കുറ്റക്കാരൻ തന്നെയാണ്. അങ്ങനെ പറയേണ്ടി തന്നെ ഇരിക്കുന്നു. അങ്ങനെ ഇവരെ നേരെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കോടതി വഴിയും പോലീസ് സ്റ്റേഷൻ വഴിയൊക്കെ കാണാം ബാലചന്ദ്ര എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ബാലചന്ദ്രൻ തകർന്ന് തരിപ്പടമായിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ചങ്കില് കൈയും വെച്ച് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും തന്നെ അലീന ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടിട്ട് കുടിക്കച്ചാന്ന് പറയുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ വേണ്ടാന്നിങ്ങനെ കൈ കൊണ്ട് കാണിക്കുക. അച്ഛ പോട്ടെ അച്ഛ, സാരമില്ല അച്ഛ തെറ്റ് ചെയ്തിട്ടില്ലായിരിക്കും. രോഹിത് പറയുന്നത് കേട്ടില്ലേ, അവൻ തെറ്റ് ചെയ്തിട്ടില്ലായിരിക്കും അച്ഛ. അവൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലേ? അവൻ കോളേജിൽ പോയിന്ന് കള്ളം പറഞ്ഞില്ല അവൻ എന്നോട്. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ എന്താ പറഞ്ഞത്? അമ്മയുടെ അടുത്ത് പോയിന്ന്. എന്നിട്ട് കോളേജിൽ പോയിന്ന് കള്ളവും പറഞ്ഞു. അപ്പൊ അവിടെ എവിടെയായിരുന്നു? അവൻ എവിടെ പോയേക്കും ആയിരുന്നു അലീന? അലീന, അവൻ എവിടെ പോയേക്കും ആയിരുന്നു എന്ന് പറഞ്ഞ നമ്മുടെ ബാലചന്ദ്രൻ ഒലമുറ ഇടുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ വെപ്രാളപ്പെടാതെ അച്ഛ, നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കാം അച്ഛ. എന്തു മാർഗം? ഒരു പെങ്കൊച്ചിന്റെ ജീവിതവും അതിന്റെ കുടുംബവും തകർത്തിട്ട് എന്തുണ്ടാക്കാനാ ഇനി ഈ ബാലചന്ദ്രൻ? എന്തുണ്ടാക്കാനാ? മകനെ പഠിപ്പിച്ചു വലുതാക്കി അവനെ ഈ കൈ പിടിച്ചാ ഞാൻ എഴുതിച്ചത്. അവന് ഓരോന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്റെ മക്കള് അരുതല്ലാത്തതൊന്നും ചെയ്യില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അവനെ ഞാൻ വളർത്തിയെടുത്ത് പഠിപ്പിച്ച് വിവരവും വിദ്യാഭ്യാസവും ഭക്ഷണവും ഒക്കെ കൊടുത്ത് ഞാൻ ഇത്രയും കൊണ്ടുവന്നത് ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയാണോ? മാത്രമല്ല ബാലചന്ദ്രൻ വെറും 0 ആയി പോയില്ലേ എല്ലാവരുടെയും മുമ്പില്. ബാലചന്ദ്രൻ വളർത്തിയ മകൻ, ബാലചന്ദ്രന്റെ രക്തം ഇപ്പൊ എന്താ? പോലീസ് സ്റ്റേഷനില് പിടികിട്ട പുള്ളിയെ പോലെ അവൻ ഈ വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങി ഓടാൻ നോക്കിയ ആ ഒരു സമയമുണ്ടല്ലോ, അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി തെറ്റ് ചെയ്തവൻ തന്നെയാണ് അവൻ തെറ്റ് ചെയ്തവനാണ്. അവൻ അനുഭവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ് കേട്ടോ. അച്ഛന്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞത്. കാരണം ഈ പെൺപിള്ളാരുള്ളവർക്ക് മാത്രമല്ല ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ആൺപിള്ളാരുണ്ടാകുന്നവരാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. പെൺപിള്ളാരെ നമുക്ക് ഒരു പരിധി വരെ ഇങ്ങനെ പറഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. പക്ഷെ ആൺപിള്ളാരെ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വല്ല കൂട്ടിലും ചെന്ന് അകപ്പെട്ട് വല്ല പെൺകുട്ടികളുടെയും ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞാല് ജന്മത്ത് സമാധാനം ഉണ്ടാവുമോ നമുക്ക്? അതാ പറയുന്ന മക്കളെ വളർത്തേണ്ട രീതിയിൽ തന്നെ വളർത്തണം. പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കണം, പറയേണ്ടാത്തത് പറയാതിരിക്കണം. ആ ഒരു രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ട് വരണം. അതാ പറഞ്ഞ ആൺപിള്ളാരെ വളർത്താൻ ഈ കാലത്ത് ഏറ്റവും വളരെയധികം ബുദ്ധിമുട്ട്. സാധാരണ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ലേ, പെൺകുട്ടികളെ സൂക്ഷിക്കണം. പെൺകുട്ടികൾ ഉണ്ടായ പിന്നെ സൂക്ഷിച്ച് ഒതുക്കി പൊത്തി വെച്ച് അച്ഛനും അമ്മയ്ക്കും കല്യാണം കഴിച്ച് വിടുന്നവരെ നെഞ്ചിൽ തീയാന്ന്. എന്നിട്ട് ആൺകുട്ടികളെ സത്യം പറഞ്ഞാല് നമ്മൾ പേടിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട കാലഘട്ടം ഒരു 15-16 വയസ്സൊക്കെ കഴിഞ്ഞ ഒരു 10-28 വയസ്സാകുന്നത് വരെ ഇതുങ്ങളെ പേടിക്കണം നമ്മള്. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ പ്രായവും പക്വതയും ഒക്കെ ആയിട്ട് ഞാൻ കാട് കയറി പോകാന്ന് തോന്നുന്നു. സ്റ്റോപ്പ് അവിടെ നിർത്താണ് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്രന്റെയും അതുപോലെ തന്നെ ശിവശങ്കറിന്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും കോളിങ്ങും. കാരണം ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണമല്ലോ. കുടുംബത്തിലെ 2 പേരാണ് പീഡനക്കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. ബാലചന്ദ്രന്റെ, അതായത് നെടുമ്പുരയ്ക്കൽ വീട്ടിലെയും കൈവയ്ക്കൽ മാളികയിലെയും 2 സന്തതികള്
പീഡന കേസില്, ബലാത്സംഗ കേസിൽ പ്രതിയായിരിക്കുമ്പോൾ അവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തത് തന്നെയാണ്. കൃഷ്ണമോളൊക്കെ പൊട്ടിക്കരയാണ്. കൃഷ്ണമോൾ എങ്ങനെ രോഹിയേട്ടൻ ഇത് ചെയ്യാൻ തോന്നി, രോഹിയേട്ടൻ ഇത് ചെയ്തു അലീന ചേച്ചി, രോഹിയേട്ടൻ ഇത് ചെയ്യത്തില്ല അലീന ചേച്ചി എന്ന് പറഞ്ഞ് പൊട്ടി കരയ. അത് ആ രക്തത്തിന്റെ ആ ഒരു ഇതാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും മുമ്പിൽ നിന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ പെങ്കൊച്ചിനൊക്കെ ഉണ്ടാകുന്ന മാനസികാവസ്ഥ. അലീന കൃഷ്ണമോളെ സമാധാനിപ്പിക്കുകയാണ്. മോളെ നീ സമാധാനപ്പെട, സാരമില്ല, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ കിട്ടണം, പക്ഷെ തെറ്റ് ചെയ്തില്ല എങ്കിൽ അവൻ ഒരിക്കലും ശിക്ഷ കിട്ടാൻ പാടില്ല. ഒരു എന്താ പറയാ, ഒരു കുറ്റവാളി രക്ഷപ്പെട്ടാലും പക്ഷെ ഒരു നിരപരാധി പോലും നിരപരാധിയെ പോലും നമ്മൾ അങ്ങനെ ശിക്ഷിക്കാൻ പാടില്ല. ഒരു കുറ്റവാളി രക്ഷപ്പെട്ടോട്ടെ, പക്ഷെ നിരപരാധിയെ കുറ്റക്കാരനാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു അവസ്ഥയാണ് എന്ന് അലീന പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു മാനസികാവസ്ഥ. ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ വൈജയനെ കാണിക്കുന്നുണ്ട്. ഏതായാലും വൈജ ഇനിയിപ്പോ അറിയാൻ പോവുകയാണ്. വൈജ തന്റെ മകന്റെ വിലാസങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എന്താ, വൈജ ഒരു പരിധി വരെ ഈ ചെറുക്കൻ വഴിതെറ്റി പോകുന്നതിന് കാരണക്കാരി ആയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, കുടുംബം ആകുമ്പോൾ സ്നേഹം വേണം, അവര് പരസ്പര വിശ്വാസം വേണം, ഒരു നേരത്തെ ആഹാരമെങ്കിലും ഒരുമിച്ചിരുന്ന് കഴിക്കുക, സ്നേഹത്തോടു കൂടി സംസാരിക്കുക. അതൊന്നും വൈജയുടെയോ ബാലചന്ദ്രന്റെയോ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മുടെ വൈജയുടെ വാശിക്കും പിടിവാശിക്കും എല്ലാം ബാലചന്ദ്രന് ഒരു തരത്തിൽ കൂട്ടുനിന്നു. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ സ്നേഹിക്കേണ്ടത്? ഏതായാലും നമ്മുടെ വൈജ അവിടെ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഏതായാലും വൈജയും കൂടെ അറിയാൻ പോവുകയാണ്. തന്റെ മകൻ തെറ്റ് ചെയ്തിരിക്കുന്നു, തന്റെ മകൻ ഒരു കൊച്ചിനെ പീഡിപ്പിച്ചിരിക്കുന്നു, ബലാത്സംഗത്തിന് ഇരയാക്കിയിരിക്കുന്നു, ഇതറിയാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കമലയുടെ സിറ്റുവേഷൻ, മനുവിന്റെ സിറ്റുവേഷൻ. മനു ഫോൺ വിളിക്കുന്നു, മനു വരുന്നു വീട്ടിലേക്ക്. മനു വന്നു കഴിഞ്ഞ് എന്താ പറയാ, ഇതിപ്പം കുടുംബക്കാർക്ക് പോലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. മനു പറഞ്ഞു എങ്ങനെ സപ്പോർട്ട് ചെയ്യും, ഒരു പെങ്കൊച്ചിന്റെ ജീവിതം തകർത്ത് കളഞ്ഞില്ലേ ഇവന്മാര്, ഇവന്മാര് 4 പേരും കൂടെ ഒരു പെങ്കൊച്ചിന്റെ ജീവിതം തകർത്ത് കളഞ്ഞില്ലേ അങ്കിളെ, എങ്ങനെ നമ്മൾ ഇവരെ പുറത്തു കൊണ്ടുവരും, നമുക്ക് വാദിക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ വാദിക്കാനില്ല, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം എന്ന് പറയുമ്പോഴേക്കും ഹരി എന്റെ അനിയനാണ്, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ രോഹിത്തിനെ കുറിച്ച് അതെനിക്ക് വിശ്വസിക്കാവുന്നതിലും അപ്പുറമാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അലീന പറയുന്നുണ്ട് നമ്മുടെ മനുവിനോട്, മനുവേട്ട എന്തോ ഇതിന്റെ പിന്നിലുണ്ട് മനുവേട്ട, എനിക്ക് നന്നായിട്ട് അറിയാം, രോഹിത് എന്തോ തെറ്റ് ചെയ്തിട്ടില്ലാത്ത പോലെ തന്നെ അവൻ സംസാരിക്കുന്നത്, അവൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല മനുവേട്ട, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് മനുവേട്ട എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ അലീനയുടെ ഈ ഒരു പ്രഷറൊക്കെ കാരണമാണ് മനു ഇനി അങ്ങോട്ടേക്ക് ആഴത്തിൽ അന്വേഷിക്കാനും, ഏതായാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ കൂടുതൽ ഞാൻ പറഞ്ഞ് കുളവാക്കുന്നില്ല. നമുക്ക് പ്രമോ വിശേഷം, അതായത് നമുക്ക് ഫുൾ വിശേഷം ഇന്ന് കിട്ടിയിട്ടില്ല കേട്ടോ, ഫുൾ വിശേഷം വന്നിട്ടില്ല. നമുക്ക് ഇന്ന് ഫുൾ വിശേഷം ഡിലേ ആണ് ഇപ്പൊ 2-3 ദിവസമായിട്ട്. അതുപോലെ തന്നെ പ്രമോയും ഇപ്പൊ കാണിക്കുന്നില്ല. പണ്ടൊക്കെ പ്രമോ കാണിച്ചുകൊണ്ടിരുന്നതാണ്. എനിക്കൊന്ന് ത്രില്ലിംഗ് ആയതുകൊണ്ടും സസ്പെൻസ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും പ്രമോ കാണിക്കാത്തത്. ചാനൽ റേറ്റിംഗ് വേണമല്ലോ, അപ്പൊ അതുകൊണ്ടായിരിക്കും പ്രമോ വരാത്തത്. അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാറിൽ വരുന്നില്ല. അപ്പൊ ഇതൊക്കെ മിക്കവാറും എന്താ പറയാ, ആ ഒരു റേറ്റിംഗിന് വേണ്ടി ആയിരിക്കും. ഏതായാലും ഞാൻ പറഞ്ഞ് ബോറാക്കുന്നൊന്നുമില്ല, നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വന്ന് കുറച്ചു നേരമെങ്കിലും നിങ്ങളോട് കഥ പറയാം എന്ന് വിചാരിച്ചത്. കാരണം ഇന്നലത്തെയും നമുക്ക് കഥ ഇടാൻ പറ്റിയില്ല, ഇന്നലെയും കഥ വന്നില്ലായിരുന്നു. പകല് ഇന്നലെയും കഥ കിട്ടിയില്ല, നമുക്ക് പകലും വന്നില്ല, ഹോട്ട്സ്റ്റാറിലും കഥ വന്നില്ല, ഹോട്ട്സ്റ്റാറിൽ കഥ വന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ഡിലേ ആകുകയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് വീഡിയോസ് ഒക്കെ ഇടാൻ നമ്മൾ താമസിക്കുന്നത്. പിന്നെ ഞാൻ ഓർത്തു നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ അവർക്ക് നിരാശ ഉണ്ടാകൂലേ. അതുപോലെ തന്നെ നമ്മുടെ വ്യൂസിനെ അത് ബാധിക്കും. നമ്മളിപ്പോ 1 ദിവസം 2 ദിവസം ഡിലേ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് തീരെ കുറഞ്ഞും പോകും. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഓർത്തു വന്നാൽ പിന്നെ വീഡിയോ ഒരു ചെറിയൊരു പ്രമോവിശേഷമൊക്കെ ആയിട്ട് ഇന്നത്തെ കഥയൊക്കെ ആയിട്ട് ഇട്ടേക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് വരാൻ പോകുന്ന കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഡയലോഗ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവത്തുള്ളൂ. ഇതൊക്കെ തന്നെയാണ് കേട്ടോ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിലൂടെ അത് പറയണം കേട്ടോ. എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറയണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന തുടക്കത്തിൽ തന്നെ ഒരു ലൈക്കും കൂടെ തരണം. പിന്നെ ഹൈപ്പ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ ഉണ്ട്, അത് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. നമ്മുടെ കമന്റിന്റെ സെക്ഷനിൽ തന്നെയാണ് ഹൈപ്പ് കാണുന്നത്. ഒരു ഹൈപ്പ് കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മാർക്കുകൾ അവിടെ വരും. ചില സംഖ്യകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഹൈപ്പും കൂടെ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ.